ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈൻ്റെ പടയൊരുക്കം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മഞ്ഞപ്പാറ വാർഡിന്റെ വിശേഷങ്ങളുമായി UDF സ്ഥാനാർത്ഥി റഹീല ഷാജഹാനും LDF സ്ഥാനാർത്ഥി ജമീല ബീവിയും നമ്മളോടൊപ്പം ചെയ്യും. ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷൻ പ്രചരണമൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ല രീതിയിലാണ് എല്ലാവരും, പ്രവർത്തകരൊക്കെ ആവേശത്തിലാണ്. ഇതുവരെ നല്ല മറുപടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ LDFന്റെ കയ്യിൽ നിന്നും UDF മികച്ച ഭൂരിപക്ഷത്തിൽ തിരികെ പിടിച്ച വാർഡാണ് മഞ്ഞപ്പാറ വാർഡ്. ആ ഒരു വിജയഗാഥ ഇപ്രാവശ്യവും തുടരുവാനാകുമെന്ന പ്രതീക്ഷയിലാണ്. അതെ, ഉറപ്പായിട്ടും 100% ഉറപ്പാണ്. തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങള്. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ മഞ്ഞപ്പാറ എന്തൊക്കെ വികസനങ്ങളാണ് UDFന് കൊണ്ടുവരാൻ സാധിച്ചത്? കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ ഞാൻ തൊഴിലുറപ്പ് മേഖലയിൽ ഒരു 10-12 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ തൊഴിലാളികൾക്കിടയിൽ നല്ലൊരു ക്യാരക്ടർ, നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ തൊഴിലുറപ്പ് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഏതൊരു കാര്യത്തിനും നമ്മൾ വിളിച്ചാൽ നമ്മൾ പാവങ്ങൾ, അതായത് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ നമ്മളെ കണ്ണുമുമ്പിൽ കൂടെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരാണ് കൂടുതലും. നമ്മൾ എട്ടുകാ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലാണ് മെമ്പർ നിന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തതും ഞങ്ങൾ കണ്ടിട്ടുള്ളതും. അപ്പോൾ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. പിന്നെ നമ്മൾ റോഡ് പരമായിട്ട് ഒരുപാട് വികസനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇറങ്ങുന്ന സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരേ പാവങ്ങളുടെ ഇടയിലും ലൈറ്റായാലും സോളാറായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഈ നിലവിലുള്ള വാർഡ് മെമ്പർ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അത് അനുഭവിച്ചവരുമാണ്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ആ അനുഭവങ്ങളാണ് നമുക്ക് ഒരുപാടുള്ളത്. അതൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി മഞ്ഞപ്പാറ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളൊക്കെ മഞ്ഞപ്പാറ വാർഡിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം ഒന്നും എടുത്തു പറയാൻ എനിക്ക് അങ്ങോട്ട് അറിയില്ല. കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പം രാഷ്ട്രീയത്തിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചുവട് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഇപ്പം നിലവിലുള്ള മെമ്പർ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ തുടർച്ച അവകാശം എന്നതുപോലെ പദ്ധതി പോലെ ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ഒരു അവസരം നമ്മൾ വാർഡിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ നമുക്ക് അവസരം തരികയാണെങ്കിൽ അതൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ്. ഈ നിലവിലുള്ള മെമ്പർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർ പദ്ധതി പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അത് നടപ്പിലാക്കാൻ ഈ വാർഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പോൾ മഞ്ഞപ്പാറ ഓൺലൈൻ്റെ വിജയാശംസകൾ നേരുകയാണ്. ഓക്കെ, താങ്ക് യു. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് റഹീല ഷാജഹാൻ എന്നാണ്. എന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ ആർക്കും എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായും ADS അംഗമായും ഞാൻ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മഞ്ഞപ്പാറ 22-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. എന്നോടൊപ്പം ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന നീന ലക്ഷ്മണനും അതോടൊപ്പം തന്നെ ജില്ലയിൽ മത്സരിക്കുന്ന ഗോപിക റാണി കൃഷ്ണയ്ക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്ന് ഞങ്ങളെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ 21 മഞ്ഞപ്പാറ വാർഡിൽ കഴിഞ്ഞ 5 വർഷത്തിനു മുമ്പ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളോടൊപ്പം നിന്ന് എന്നാൽ കഴിയുന്ന മുഴുവൻ സഹായങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആ വികസനത്തിൻ്റെ തുടർച്ചയ്ക്കായി നമ്മുടെ മുന്നിലേക്ക്
വനിതാ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്ന 22-ാം വാർഡ് മഞ്ഞപ്പാറയിൽ റഹീല ഷാജഹാനാണ്. ആ റഹീല ഷാജഹാൻ നമ്മുടെ പിന്തുടർച്ച, നമ്മൾ ചെയ്തു വെച്ച വികസന പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ട വിധത്തിൽ നിങ്ങളുടെ സഹായം ലഭിക്കണം. അങ്ങനെ സഹായം ലഭിച്ചാൽ നാളിതുവരെ തുടർന്ന വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിലേക്ക് കൂടി നമുക്ക് പോകാൻ കഴിയും. നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് കൃഷിക്കാർക്കുള്ള പന്നി ശല്യം പോലെയുള്ള കാര്യങ്ങളിൽ എനിക്ക് നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നീന ലക്ഷ്മണൻ, ജില്ലയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഗോപിക റാണി കൃഷ്ണ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ബ്ലോക്കിൻ്റെയോ ജില്ലയുടെയോ ഒന്നും ഫണ്ടുകൾ നമ്മുടെ വാർഡിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ തന്നെ വാർഡിലും ബ്ലോക്കിലും ജില്ലയിലും നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ മുഴുവൻ ഫണ്ടുകളും നമ്മളെ വാർഡിലേക്ക് എത്തിച്ച് ഒരു പൊതുവികസനം നമ്മുടെ നാടിന് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മഞ്ഞപ്പാറ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ രൂപീകൃതമായതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം LDF തുടർച്ചയായി വിജയിക്കുകയും എന്നാൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ, അതായത് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വാർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പോരാട്ടം ഏവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ്. ഇനി പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇലക്ഷൻ പ്രചരണമൊക്കെ ഏത് ഘട്ടത്തിലാണ്? ഇലക്ഷൻ പ്രചരണം എല്ലാം 2 റൗണ്ട് ആവാറായി. എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ടു. സ്ഥലത്തില്ലാത്തവരെ എല്ലാവരെയും ഫോൺ ചെയ്ത് വിളിച്ചു അറിയിച്ചു. ഞാൻ ഈ ഇവിടെ നിന്ന് മത്സരിക്കുകയാണെന്ന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പിന്തുണയും സപ്പോർട്ടും എല്ലാ പിന്തുണയും ഉണ്ട്. ഈ മഞ്ഞപ്പാറ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ LDFിൻ്റെ കയ്യിൽ നിന്നും UDF കഴിഞ്ഞ ഇലക്ഷനിൽ തിരികെ പിടിച്ചൊരു വാർഡാണ്. ഇക്കുറി LDFിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് വെച്ചാൽ തീർച്ചയായും 100% LDFിൻ്റെ തിരിച്ച് കൊണ്ടുവരും. ഇവിടെ ഒട്ടനവധി വികസനങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കുറേ റോഡുകളുണ്ട്. ഉദാഹരണത്തിന് മഞ്ഞപ്പാറ മണ്ണാങ്കോണം വെള്ളംകൊള്ളി റോഡ് കാൽനട പോലും പോകാൻ വയ്യാത്ത വിധത്തിൽ കിടക്കുകയാണ്. പാവൂർ കോളനി റോഡ് ആ വിധത്തിൽ കിടക്കുകയാണ്. ഒട്ടനവധി റോഡുകൾ ഈ വാർഡിൽ ചെയ്തു തീർക്കാനുണ്ട്. ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ഞാൻ വിജയിച്ചു കഴിയുമ്പോൾ ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഭാവിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പാറ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളല്ല. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ ആദ്യമേ ഗതാഗത യോഗ്യമാക്കും. നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും MLAയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഇതര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെയും കൂടെ ഉൾപ്പെടുത്തി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ എന്തിനാണ് ഈ പ്രഥമ പരിഗണന കൊടുക്കുന്ന എന്ത് വികസനത്തിനായിരിക്കും ഈ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ? പ്രഥമ ജനങ്ങളുടെ ഓരോ ആവശ്യത്തിനും എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീട് മെയിൻ കൊടുക്കും. റോഡ് വികസനം അതാണ് മെയിൻ ചെയ്യുന്നത്. ഈ കുടുംബശ്രീയിൽ പ്രവർത്തിച്ച് പരിചയം? ഞാൻ 1995 പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയാണ്. ചെയർപേഴ്സണായിട്ട് ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ജനവിധി നേടി 2.5 വർഷക്കാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2.5 വർഷക്കാലം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അന്ന് പഞ്ചായത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് അറിയാം. ഈ വാർഡിൽ ഒരു മനുഷ്യരെയും എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടുള്ള ആവശ്യമില്ല. ഇനിയും അതുപോലെ ഈ വാർഡിൽ എന്തെല്ലാം വികസനങ്ങൾ എല്ലാ ഏജൻസികളെയും കൂടെ കൂട്ടിയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും. ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. സാധാരണപ്പെട്ട ജനങ്ങളോടൊപ്പം ഒരാളായിട്ട് ഏത് നിമിഷവും ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ LDFിൻ്റെ സാധ്യതകൾ എങ്ങനെ വിലയിരുത്തും? LDF തീർച്ചയായിട്ടും 100% വിജയത്തിലേക്കാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDF തന്നെയാണ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതേ തരത്തിൽ, അതായത് ഭൂരിപക്ഷം സീറ്റുകൾ നേടിക്കൊണ്ട് LDF അധികാരത്തിൽ വരും. നമ്മുടെ വാർഡ് കഴിഞ്ഞ കാലങ്ങളിൽ LDFിനായിരുന്നു. കഴിഞ്ഞൊരു പ്രാവശ്യം ഇത് മാറി ചിന്തിയ ജനങ്ങൾ അത് എന്തായാലും തിരിച്ചു വരും. നല്ല ഭൂരിപക്ഷത്തിൽ ജമീല ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഒരു
ഇവിടെ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം LDF ആണ് LDF ആണ് ഇട്ടിവ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇക്കുറിയും തീർച്ചയായിട്ടും ഇതിന് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം LDF കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള ഈ ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി ഏറ്റവും കൂടുതൽ പെൻഷൻ മേടിക്കുന്ന പഞ്ചായത്താണ് നമ്മളെ ഇട്ടിവ പഞ്ചായത്ത്. പിന്നെ നമ്മുടെ BMBC നിലവാരമുള്ള റോഡ് കൂടുതൽ കടന്നു പോകുന്ന പഞ്ചായത്താണ് നമ്മുടെ ഇട്ടിവ പഞ്ചായത്ത്. കഴിഞ്ഞ 9.5 വർഷമായിട്ട് LDF ഗവൺമെൻറ് നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു മുൻകരുതലായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും LDF വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ സാഹചര്യത്തെ മഞ്ഞപ്പാറ വാർഡിലെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ ഈ വാർഡിലല്ല, ഞാൻ ചടയമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡിലാണ്. എന്നാലും ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതിലെനിക്കൊരു അഭിമാനമുണ്ട്. ഞാൻ ഈ സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന അവർ വാങ്ങിത്തന്ന ഒരു വാഹനമാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കച്ചവടം ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് 10-35 വർഷമായി. എനിക്ക് ഒരുപാട് സഹായം LDF ഇവിടെ സഹകരിച്ച് ഇവിടെ എനിക്ക് നേടി തന്നിട്ടുണ്ട്. ഞാൻ പോലും അറിയാത്തൊരു സ്വപ്നമാണ് എനിക്ക് ഈ വാഹനം കിട്ടിയത്. അതുകൊണ്ട് ഇനിയും അവർ ഇവിടെ വളർന്നു വരട്ടെ, നാട്ടുകാരെ സഹായിക്കാൻ കഴിയട്ടെ, ഇവിടുത്തെ റോഡുകളും അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയട്ടെ, ജയിച്ചു വരട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാൻ ജമീല ബീവി. ഞാൻ മഞ്ഞപ്പാറ വാർഡിൽ 22ാം വാർഡിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ നെൽക്കതിരടയാളത്തിൽ മത്സരിക്കുകയാണ്. 2015 മുതൽ 20 വരെ ഞാൻ ഈ വാർഡിൽ നിന്ന് ജനവിധി തേടിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുകയാണ്. എന്നെ എല്ലാവരും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഈ അവസരത്തിൽ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. എന്നോടൊപ്പം ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയ സതീഷിനും അരിവാൾ നെൽക്കതിൽ അടയാളത്തിലും, ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഡോക്ടർ R ലതാദേവിക്കും അരിവാൾ നെൽക്കതിൽ അടയാളത്തിലും ഞങ്ങളെ 3 പേരെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പാറ വാർഡിലെ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പാണ്. അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.